ഈ ഓടി വരുന്ന ആളുടെ ബോക്സിൽ എന്താണെന്നറിയാവോ? അൻസലിക്ക എന്താണ് ബോക്സ്? എന്താണ് ബോക്സ്? തുറന്ന് കാണിച്ചു കേട്ടോ. ഇതാണ് ബോള്. നമ്മൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ് ഇവിടെ പരിപാടി അവതരിപ്പിക്കുന്നത്. ഇങ്ങനത്തെയുള്ള ബോക്സ് ഇനി ടൂർണമെന്റിൽ കാണാം നമുക്ക്. ഓക്കെ, കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ലീഗ് കളിക്കുന്ന തിരക്കില്ല ക്രിക്കറ്റിൽ. അപ്പോഴാണ് ഒരു ടൂർണമെന്റ് വന്നത്, അതും ടീമായിട്ട് കളിക്കുന്ന ടൂർണമെന്റ് ഫ്ലഡ് ലൈറ്റിൽ. അപ്പൊ നമ്മള് ലൈവ് ടെലികാസ്റ്റ് ആയിട്ട് എത്തിയതാണ്. പക്ഷെ ഇവിടെ കുറെ അടിപൊളി സംഭവങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഒന്ന് പറയാം, നിങ്ങൾ കണ്ടു നോക്കിട്ടോ. വീട്ടിൽ പോത്തിറച്ചിയും നെയ്ച്ചോറും ഒരേ കളർ ജേഴ്സി ഇട്ടു ഒരുപോലെ എന്നിട്ട് ഇവര് കൈയടിക്കുന്ന ഒരു ടീമിന് വേണ്ടിയിട്ടല്ല, അത് 2 ടീമിന് വേണ്ടിയിട്ടോ. അതും വാശിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയിട്ട് എന്ത് രസമാണല്ലേ. നിങ്ങളുടെ അടുത്തുണ്ടാവില്ല ഇതുപോലത്തെ ഒരുപാട് ആൾക്കാർ. ഇതാണ് ഇവിടുത്തെ ബോൾ ബോക്സ്, ആഷസിലുള്ള സംഭവമാണ് എൻ്റെ പൊന്നു മക്കളെ. ഇതൊന്നും പോരാ, ട്രോഫിയൊക്കെ നോക്കിയേ, എന്നെക്കായും പൊക്കമുണ്ട് ട്രോഫി. പിന്നെ ഒന്നും പോരാത്തതിന് ഇവിടെ ഒരു നേരെ ട്രോഫി തന്നെ ഇരിപ്പുണ്ട്. എന്തോരം പേർക്ക് ട്രോഫി കൊടുത്തെന്ന് പറയാം. അത് നല്ല കിണ്ണം കാച്ചി ട്രോഫികളായിരുന്നു. പിന്നെ കളിയുടെ ആവേശം ഒന്നും പറയണ്ടല്ലോ മക്കളെ. മാറി മറിയുന്ന സാഹചര്യത്തിൽ 2 ബോളിൽ 2 സിക്സർ അടിച്ച് നാളെ വീട്ടിൽ പോത്തിറച്ചിയും നെയ്ച്ചോറും. സിറാസിന് ആശ്വാസമായ ഒരു ശ്വാസം. ഗിരിദാസ് ഒരു സിംഗിളിലൂടെ തിരിച്ചു വരുന്നു. 3 ബോളിൽ 3 സിക്സ് അടിച്ചാൽ അൻസിൽ പക്കച്ചൻ നേരുന്ന 500 രൂപ ക്യാഷ് പ്രൈസ്. കൈയടിക്കുക. വാഹ്, 500 രൂപ പോകുന്നതിന് പകരം 50 രൂപ അമ്പലത്തിലേക്ക് നേർച്ച നേർന്ന് അൻസിൽ പക്കച്ചൻ. മിഥുൻ അവസാനത്തെ ഓവറിൽ മിന്നായം തീർത്തപ്പോൾ 44 റൺസ് വിജയലക്ഷ്യം. ഗ്രീൻ വേക്ക് വിജയിക്കാൻ വെറും 44 റൺസ് വിജയലക്ഷ്യം.